തങ്ക ഞാനൊരു കാര്യം, നീ ഇങ്ങനെ പേടിച്ചു തൂറി ആവല്ലേ. പോലീസ് നിന്നെ മൂക്കിക്കയറ്റാന്നുമില്ല. എന്നെ പോലെ ഒരു നേതാവ് ഇവിടെ നിൽക്കുകയല്ലേ. നീ ഓടി അമ്മാവിന്റെ വീട്ടിൽ പോകേണ്ട അത്യാവശ്യം വല്ലതും ഉണ്ടോ? ക്ലീറ്റോ, പ്ലാസ്റ്റിക് കത്തിച്ചതിലല്ല എനിക്ക്. ഞാൻ പോലീസ് വന്നപ്പോഴത്തേന് ആൾമാറാട്ടം നടത്തിയില്ലേ, അതാ എന്റെ പേടിയും വിഷമവും. അതിന് നീ അമ്മാവിന്റെ വീട്ടിൽ പോയാൽ നിന്റെ വിഷമം മാറുമോ? ഇല്ലല്ലോ. വിഷമം മാറൂല, എന്നാലും സമാധാനം കിട്ടും. നിങ്ങൾ ഇവിടെ നിന്നാ നിങ്ങൾ വാളിയന്മാര് രണ്ടുപേരും കൂടി മുഖത്തോട് പോകാൻ നോക്കിയാൽ ഇടിയല്ലേ കീരിയും പാമ്പും. ഇതിന്റെ ഇടയ്ക്ക് എന്റെ വിഷമത്തിന് എവിടെയാ നോക്കാൻ നേരം? അതിന് നല്ല അവിടെ പോയി നിൽക്കണതാ. പോലീസ് വന്ന് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ. ഇവിടെ പോലീസ് ഞാനേ നമ്മുടെ സംസ്ഥാന നേതാവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് നമ്മുടെ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ് എല്ലാം സെറ്റാക്കാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. നീ പേടിക്കല്ലേ. അതൊക്കെ ചുമ്മയാന്ന് എനിക്ക് അറിയാം. ഓ തുടങ്ങി. ഒരു കാര്യത്തിൽ എന്നെ വിശ്വാസമല്ലല്ലോ. ഇല്ലാണ്ട് നിന്റെ ആങ്ങളെ കാര്യം. ഓ 100 ആയുസ് ആ വിളിക്കുന്നവൻ. എടുക്കണ്ട പിന്നെ അവൻ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിക്കണത്. സമാധാനം എടാ, ഓ ഇല്ല, ഓട്ടോ കിട്ടിയിട്ടില്ല. ഞാൻ ഇന്ന് വരൂല. ശരി. എടാ പിന്നെ നീ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ചെന്ന് പറയണം. തങ്കം ഭയങ്കര പാവാണ്, തങ്കം പേടിച്ച് വരച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാ, അല്ലാതെ കുഴപ്പക്കാരി ഒന്നും അല്ലാന്നൊന്ന് പറയണേ കനക. ശരി. ക്ലീറ്റോ എന്നെ കയറ്റിവിട്ടിട്ട് വരുമായിരിക്കും. സസ്പെൻഷൻ ഇരിക്കണം. അവൻ വിചാരിച്ച ഒരു പുല്ലും നടക്കൂല. വെറുതെ അമ്മാവിന്റെ വീട് വരെ ഞാൻ വരണോ? വരണമെങ്കിൽ വരാം. വേണ്ട, എന്നെ ഓട്ടോ കയറ്റി വിട്ടാൽ മതി. ഓട്ടോയ്ക്കാണെങ്കിൽ അപ്പുറത്ത് ആ സ്റ്റാൻഡ് വരോട്ട് പോകണം. അവിടെ ഓട്ടോ കിടപ്പുണ്ട്. ഞാൻ വരണ്ടല്ലേ? വരണോ? വേണ്ട. നിന്റെ മുഖം കണ്ടിട്ട് നീ പേടിച്ച് തൂറി ഇങ്ങനെ എഴുതേ. എന്നെ പോലെ ഒരു നേതാവിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് തൂറിയാ. വാ. ചേച്ചിനെ വിളിച്ചേട്ടാ? എന്ത് പറഞ്ഞു? ബസ് കിട്ടിയിരുന്നു. എന്തായാലും ഇറങ്ങിയതല്ലേ, പോയിട്ട് വരാന്ന് പറഞ്ഞു. ആണോ? എന്തായാലും നീ അവള് പോണെന്നിട്ട് എന്റെ അടുത്ത് പറയണ്ടേടി. ആരറിഞ്ഞ്? ഒരുങ്ങി ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയണത് അമ്മാവന്റെ വീട്ടിൽ പോണെന്ന്. ഞാൻ ഏട്ടനെ ഇവിടെയൊക്കെ നോക്കിയാലേ ഏട്ടനെ ഇവിടെ പോയിരിക്കുന്നു. ഞാൻ ആ താഴെ പെരയിടത്തില്ലേ, അവിടെ തീ കത്തിച്ച സ്ഥലമില്ലേ, അവിടെ പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടം എല്ലാം കിടക്കണം നോക്കാൻ വേണ്ടി പോയിരുന്നു. എന്നിട്ട് വല്ലതും കിട്ടിയാ? 3-4 കഷ്ണം കിട്ടിയായിരുന്നു. അല്ല, പോലീസുകാർ വന്നപ്പോ മണം കിട്ടിയെന്നല്ലേ പറഞ്ഞു? അത് തെളിവല്ലേ? അത് നമുക്ക് ഈ പറഞ്ഞ കണക്ക് മണം ഒരു തെളിവല്ലടി. മണത്തിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. കത്തിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത്. കത്തിക്കുന്നതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ടായില്ലേ നമുക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേ വരുന്നുണ്ട് കൊടുങ്ങാവിളയിലെ ധീരൻ. ആ ചേച്ചിനെ ഒറ്റക്കാക്കിയിട്ട് ഓടിയ ആളാണ് ഈ വരുന്നത്. വെറുതെ ഓടിയതല്ല, പേടിച്ചോടിയതാ. അല്ലെന്ന് ജംഗ്ഷനിലെ തേപ്പ് കടക്കാർ അണ്ണാച്ചിയുടെ മനഞ്ഞ അടി ഉണ്ടാക്കി. അപ്പൊ അവനെ വെല്ലുവിളിച്ച് പോലീസുകാരാണ്ട് പിടിപ്പിക്കുന്നു. പറമ്പിൽ നിന്നപ്പം വന്ന പോലീസുകാർ അതാന്ന് കഴിഞ്ഞല്ലേ ഞാൻ ഓടിയത്. കാര്യം അറിഞ്ഞില്ലല്ലോ. ഇതിനാന്നെങ്ങാണ് അറിഞ്ഞാൽ വെച്ചിട്ടാ കൊടുത്തേനെ അമ്മമാർക്ക്. പിന്നല്ലാതെ അമ്മമാർക്ക് അങ്ങനെ പറ്റത്തില്ല. പെണ്ണുങ്ങൾ മാത്രം വീട്ടിലുള്ളപ്പോഴേ യൂണിഫോം ഇട്ട് വന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതി വിധിയുണ്ട്. ഫീമെയിൽ അറ്റാക്ക് അങ്ങനെ ഒരു വിധിയുണ്ട്. പിന്നെ അത് അമ്മരെങ്ങാനും അറസ്റ്റ് ചെയ്തായിരുന്ന വിവരം അറിഞ്ഞാല് കേറി ഇറങ്ങിയാ കോടതി കുറെ. എന്നാലും നമ്മളോടൊന്ന് സൂചിപ്പിച്ച പോലും ഇല്ല ചേച്ചി പോണ കാര്യം. പറഞ്ഞില്ലേ? അത് മീറ്റോ മച്ചമ്പിയാ പറഞ്ഞേ. കലാമച്ചമ്പോട് പോയി പണി നോക്കാൻ പറ, അവന്റെ ഒരു സഹായം വേണ്ടെന്ന്. ആ മനഃപൂർവ്വം പറയാൻ. വലിയ രാഷ്ട്രീയക്കാരനല്ലേ, എനിക്ക് പിന്നെ അവൻ്റെ അടുത്ത് തീർക്കാൻ പറഞ്ഞാൽ പോരാടുന്ന കാര്യങ്ങൾ സോൾവ് ആവുമായിരുന്നല്ല. നമ്മളിവിടെ അവിടെ കാര്യമില്ലല്ലോ. കഴിക്കാൻ വല്ലപ്പോഴും നല്ല വിശപ്പ്. 2 ദോശ കണ്ട് കാണണം. 2 തൽക്കാലം അത് മതി. സംതിങ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. പട്ടി വരക്കണുണ്ടല്ലോ, വാതിലൊക്കെ തോന്നിട്ടേക്ക് വേണോ ചേച്ചി? പോയി നോക്കിട്ട് ഞാൻ പോയി അടക്ക കാര്യമില്ല. ഉച്ചക്കുള്ള ചോറും കറി പട്ടി കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളെ ആശ്രയിക്കണമല്ലോ. കാര്യം പെങ്ങളാണെങ്കിലും എപ്പോഴും അങ്ങനെ വന്ന് കയറി ചോദിക്കുന്നത് ചെയ്യാം. ചേച്ചി ഭയങ്കരമായിട്ട് വരണ്ടിരിക്കുവേട്ടാ. ഇങ്ങനത്തെ രീതി ഞാൻ ചേച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഇതിനിത്ര പേടിക്കാൻ എന്തിരിക്കുന്നത്? വന്ന പോലീസുകാരോട് ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ചേച്ചിയോട് ഏട്ടൻ പറയാഞ്ഞത്? നേരം എടുത്ത് സമാധാനമായിട്ട് അവളെ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ കരുതിയല്ലേ. ഇവള് രാവിലെ കെട്ടിപ്പറക്കി പോകുന്ന അറിഞ്ഞാ ഫസ്റ്റ്. ഒരു കണക്കിന് ചേച്ചി ഇവിടുന്ന് പോയത് നന്നായി. അവിടെ ആവുമ്പോഴത്തേക്ക് അമ്മാവൻ്റെ അടുത്ത് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഇവിടെ എന്താ മിണ്ടി പറയാൻ ആളില്ലേ? ഇവിടെ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നത്? ഇപ്പം നോക്കിയാ കീരിയും പാമ്പുകളല്ലേ. തുറക്കാത്ത പൊൻവാതിൽ തുറന്നിട്ടും. കഥ അടക്കല്ലേ. ബാ, ഞാൻ രാജശ്രീ. എന്നെ അറിയുവോ? തങ്കമില്ലേ?
എന്തിനാ? അതെ, പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെ കുറിച്ച് സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഇല്ലേ തങ്കം? ഇതെന്തുവാ, രാഷ്ട്രീയ നേതാവെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇങ്ങനെ? ലില്ലിപ്പെണ്ണേ, ലില്ലിപ്പെണ്ണേ, ആ പച്ചമ്പി വിളി. ഇതിന് ഇത്ര ഓടിക്ക വെച്ച് വരുന്നത്? ദോശ ഇവിടെ തന്നെ ഉണ്ട്. ദോശയല്ല, നീ പച്ചമ്പി വിളി. ലില്ലിപ്പെണ്ണേ, എന്തിനാ? വിളി, വനിതാ പോലീസ് വന്നിരിക്കുന്നു. വനിതാ പോലീസ്? പച്ചമ്പി വിളി, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പച്ചമ്പി വിളി. ഏട്ടാ, വനിതാ പോലീസ് വന്നേക്കുന്നു. വിളി, വനിതാ പോലീസ്. എവിടെ? വിളി. എന്ത്? തങ്കച്ചേട്ടൻ തിരക്കി. എന്ത് വെച്ച് നീ എന്ത് പറഞ്ഞു? എനിക്ക് അങ്ങോട്ട് പറയാൻ കിട്ടി, നാവും കണ്ടേ. നീ അമ്മാവന്റെ വീട്ടിലോട്ട് മാറിയോ പോയോ ഇല്ലയോ എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. എന്ത് യൂണിഫോമിലാണോ? അല്ലല്ല, മറ്റേ സാധാ. ഇവൻ ചുമ്മാ ഓരോന്ന് പറയുന്നത്. നോക്കുന്നോളാം. ആരകത്തോട്ട് ഓടിയെന്ന് വെച്ചാൽ വഴിപോക്കനാന്ന് പറഞ്ഞാൽ മതി. നീ എന്തിനാ ഓടാൻ പോയത്? മറ്റേ സുപ്രീം കോടതി അടിച്ചു കാണാത്ത വയറ് നിന്റെ ഇരിക്കുകയല്ലേ, അത് കാണിക്കാത്തത്? മച്ചമ്പി അവര് ഞാൻ ക്ലീറ്റോ മച്ചമ്പിയാണെന്നാ തെറ്റിദ്ധരിച്ചേക്കുന്നത്. എന്നോട് ചോദിച്ചു തങ്കത്തിന്റെ ഭർത്താവാണോ. അല്ലാന്ന് പറയാറുന്നില്ലേ? അതിനുള്ള നേരം കിട്ടട്ടെ. ആർക്ക്? ഹലോ, ഇവിടെ ആരും ഇല്ലേ? വനിതാ പോലീസല്ലേ തിരക്കാന്ന്. വനിതാ പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, നീ ഇന്നലെ വലിയ ന്യായമൊക്കെ പറഞ്ഞായിരുന്നല്ലേ? പിന്നെ ഇത്ര പേടിക്കണത് പോലീസിനെ? നമ്മൾ തെറ്റി കിട്ടണമെങ്കിൽ മാത്രം പേടിച്ചാൽ പോരെ? അല്ല, ചില പോലീസുകാർ നമ്മൾ തെറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അടിച്ചേപ്പിക്കും. ആരാ? തങ്കമില്ലേ അവിടെ? ഇല്ല, അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുക. ഞാൻ തങ്കത്തിനെ അന്വേഷിച്ചപ്പോഴേ ഭർത്താവ് ഓടി അങ്ങ് കയറി വന്നു. എന്തു പറ്റി? അയ്യോ, അത് ഭർത്താവല്ല, ഭർത്താവിന്റെ അനിയനാ. ചേച്ചി ഇല്ല. ചേച്ചി എന്ന് പറയുമ്പോൾ എന്റെ നാത്തൂനാ. നാത്തൂനാണോ? ഓ, അത് ഭർത്താവിന്റെ പെങ്ങളോ അതോ അങ്ങയുടെ ഭാര്യയോ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചതാ. അത് നല്ലതാ. ഒരാളുടെ ബന്ധം ഒഴിയുമ്പോഴേ മറ്റേ ആൾക്ക് ഒരു പ്രതികാരം ചെയ്യാൻ പറ്റുമല്ലോ. അല്ല, പിന്നെ ചേച്ചിനെ എന്തിനാ അന്വേഷിക്കുന്നത്? എൻ്റെ പേര് രാജശ്രീ. ഞാനിവിടെ 9ാം വാർഡിൽ അംഗൻവാടി ടീച്ചറാണ്. അപ്പം ഞങ്ങൾ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. നമ്മുടെ ഈ നാട്ടുകാരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനും എതിരായിട്ടൊരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിനായിട്ട്. അപ്പം അത് തങ്കത്തിനോടൊന്ന് പറയാനായിരുന്നു. നേരിട്ട് കണ്ട് പറയാൻ വേണ്ടി വന്നേ? അതെ അതെ, തങ്കത്തിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് നേരിട്ട് കണ്ട് പറയാമെന്ന് കരുതി വന്നതായിരുന്നു. ആണോ? അല്ല, ചേച്ചിയുടെ തന്നെ ഇത് പറയുന്നത്? അല്ല, ഇത് നമ്മൾ 1-2 പേരെ ഒന്ന് സമീപിച്ചിരുന്നു ക്ലാസ് എടുക്കുന്നതിനായിട്ടേ. പക്ഷെ അതൊന്നും ശരിയായില്ല. അപ്പം ഈ ആളുകൾ പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സാറേ നമുക്കതൊന്നും അത്ര നാടിന് ദോഷമല്ലേ. അപ്പം അതിനെതിരെ ഒരു ക്ലാസ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിനെതിരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കത്തിക്കുന്നതിനെതിരെ ഒരു ക്ലാസ് തങ്കത്തിന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിട്ട് വന്നതായിരുന്നു. ഒക്കെ ശരി തന്നെ, പക്ഷെ തങ്കത്തിന് അതിനു വേണ്ടിയുള്ള ജ്ഞാനവും ബോധമൊന്നുമില്ല. അയ്യോ സാറേ, ഇതിനെന്തിനാ സാറേ ജ്ഞാനം? നമ്മുടെ യൂട്യൂബിനകത്ത് ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മൾ അടിച്ചു കൊടുക്കുന്നതിനകത്ത് എല്ലാം വരും. അത് കാണാതെ പഠിച്ചങ്ങ് പറഞ്ഞാൽ അത് നോക്കി പറഞ്ഞ പഠിച്ചു പറഞ്ഞ അത് മതിയല്ലോ സാറേ. ചേച്ചി ഇല്ല, വരും. അപ്പൊ ഞാൻ പറയാം. അപ്പൊ എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട്? ഇല്ല, വേണ്ട സാർ, ഇപ്പൊ പോയിട്ട് ഇച്ചിരി. എന്നാലും നല്ല കാര്യം കേട്ടോ, ഇറങ്ങി തിരിച്ച നല്ല കാര്യത്തിന്. അതെ അതെ, നമ്മുടെ നാടിനെ രക്ഷിക്കണമല്ലോ സാർ. അയ്യോ, ഒന്ന് കയറി ഇരിക്കാം. ഇല്ല പോട്ടെ പോട്ടെ, തങ്കത്തിനോട് പറയണേ, വിളിക്കണേ. ഇതാണ് ഏട്ടാ വനിതാ പോലീസ്. ഈ അച്ഛാ ഭ്രാന്താണോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവൻ ഈ കാളെ പറ്റുന്ന കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി ഓർന്നതല്ലേ. ഞാനും വല്ലാതെ പിന്നെ കുറച്ച് പേടി നല്ല. അച്ചാച്ചാ വാ വാ. പോലീസ് പോയി. പോയോ? പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ അവര്. എന്തായി? അവളെ കണ്ടേ പോണെന്ന് പറഞ്ഞു. അറസ്റ്റ് ഉണ്ടാവോ? പിന്നെ അവര് വീണ്ടും വരും. അറസ്റ്റ് ചെയ്യാൻ തങ്ക ഇവിടെ ഇല്ലല്ലോ. ഒന്നീ അമ്മാവന്റെ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ എന്നിട്ട് തന്നെ ഞാനാണ് അറിയാതെ അമ്മാവന്റെ അടുത്താന്ന് പറഞ്ഞും പോയി. അറസ്റ്റ് ജയിലിൽ അടയ്ക്കുവോ? പിന്നെ അപ്പൊ മുത്തിന്റെ പഠിത്തം, കുഞ്ഞോട് അമ്മിഞ്ഞപ്പാല്, ഞങ്ങളുടെ തീറ്റ. എന്നെ കണ്ടാ ചീത്തവളി കിട്ടും. എവിടെ പറഞ്ഞേ? ഏട്ടനും പോയിക്കാത്തോട്ട് എന്തിനാ? ചെല്ലു പോ. ഇവിടെ നിന്ന് ശരിയാവത്തില്ല. 1-2 പറഞ്ഞ് ഇടിയാവും. പോ പോ പോ. കൊണ്ടുവിട്ടാ? ഓ, കൊണ്ട് വിട്ട്. ആ, ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലേ? ആർക്ക് സമാധാനം? എന്റെ ക്ലീറ്റോ ചേട്ടാ, ചേച്ചി പോയപ്പോ എനിക്കും ഏട്ടനും എന്തോരം സങ്കടമായെന്നറിയോ? നിനക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടോ? ഇനി കേട്ടന്റെ കാര്യമൊന്നും പറയണ്ട. അവൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ആരൊറ്റ കാരണം? നീ ഒറ്റ കാരണമല്ല സംഭവിച്ചത്. ആണടാ, ഞാൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. വെറുതെ പറയണത് നീ ഓർത്തോ, നീ ചെവി തുള്ളിക്കോ. നിനക്കുള്ള വെച്ചിട്ടുണ്ട്.
നീ റെഡിയാക്കി വെച്ചോ, ഞാൻ പാത്രം കൊണ്ടുവരാം, എടുത്തോണ്ട് പോവാം. പൊക്കി ക്ലീറ്റോ ചേട്ടാ പിടിച്ചു മാറ്റാൻ പോലും ഇവിടെ നിനക്ക് ആരും- സസ്പെൻഷൻ അല്ല, അടുത്ത് നിനക്ക് ഡിസ്മിസലാണ് വരാൻ നീ പോണത്. അതിന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ലടാ. അയ്യോ, ഈ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടാവണം വേണ്ട തീരുമാനിക്കും. നീ ആരുടെ ദൈവോ? ഞാൻ തന്നെടാ. നിന്റെ കാര്യം ഞാൻ തരാം. നീ പറ. തീരുമാനിക്കാൻ വന്നേക്കും. പൊയ്ക്കോ ക്ലീറ്റോ ചേട്ടാ, ചേച്ചി പോലും ഇല്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഓ, അവനെ കൊണ്ട് അകത്തെ വല്ല മുറിക്കാത്തോണ്ടൊരു തലയിൽ ഇത് എണ്ണ വെച്ചിട്ട് തണുപ്പിക്കുക, അല്ലെ തളം വെക്കേ ചെയ്യും. നീ പോടാ അവിടുന്ന്. എന്റെ പോലിയാ. പോ 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 അവളെ കൊച്ചുകളെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഉണ്ടല്ലേ. മതി മതി, ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ, ഞാൻ കണ്ടു കേട്ടോ. വനിതാ പോലീസിനെ കണ്ടോ? വനിതാ പോലീസിനല്ല, ഒരു പുരുഷ കള്ളൻ ഇങ്ങോട്ട് ഓടി കയറുന്നത് ഞാൻ കണ്ടു. അത് വനിതാ പോലീസ് വന്ന കാര്യം പറയാൻ വേണ്ടി വന്നേ. വനിതാ പോലീസ്? എന്താ വനിതാ പോലീസ്? എന്റെ കർത്താവ്യ മച്ചമ്മി വനിതാ പോലീസ് ഇവിടെ തിരക്കി വന്നെന്ന്. കനകമച്ചമ്മി ആളെ തിരിച്ചറിഞ്ഞല്ലോ. കനകമച്ചം ഇത്രയ്ക്കൊന്നും ഞാൻ എന്തിനു പേടിക്കണത്? കനകമ്മച്ചമ്മ അല്ല, തങ്കം ചേട്ടത്തി തിരക്കി അവര് വന്നത്. എന്നോട് ചോദിച്ചു തങ്കത്തിന് ആ എന്തിനു പ്ലാസ്റ്റിക് കത്തിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞവര്. പ്ലാസ്റ്റിക് കത്തിച്ച അതിപ്പോ അത്ര വലിയ വിഷയമാക്കേണ്ട കാര്യം. അത് വലിയ വിഷയം, അത് കേസായെന്നാണ് മച്ചമ്മി പറഞ്ഞേക്കുന്നത്. നമ്മുടെ കൈ നിക്കത്തില്ല, മുട്ടം കേസാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പോ ഞാൻ അതിന് സോൾവ് ചെയ്യാം. അപ്പുക്കുട്ട സാറിനെ വിളിച്ച് അതിപ്പോ അത് അത്ര വലിയ വിഷയമൊന്നുമില്ല. വലിയ വിഷയം തന്നെ. അതായത് ഇത് പ്ലാസ്റ്റിക് കത്തിക്കുന്ന തങ്കം ചേട്ടത്തിന്റെ വീഡിയോ എടുത്ത് അവർ സോഷ്യൽ മീഡിയ ഇടും. അപ്പോൾ അതെല്ലാവരും കാണുവേ. നോക്കുമ്പോൾ ആരും അറിയപ്പെടുന്നത് നേതാവിൻ്റെ ഭാര്യ ഇന്ന് പ്ലാസ്റ്റിക് കത്തിക്കുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വലിയ ദോഷമില്ലയോ? പ്രകൃതിയെ വരെ ബാധിക്കും. വരുന്ന ഇലക്ഷൻ നിങ്ങളെ അത് ബാധിക്കും. RDP-കാരൊരു പ്രശ്നമാക്കും. മിക്കവാറും മറ്റൊരു പാർട്ടി സസ്പെൻഡ് ചെയ്യും. നീ ചുമ്മാ ചുമ്മാ തന്നെ അങ്ങനെ എന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്യാ അതൊന്നുമില്ല. അതത്ര അവര് പോയല്ലേ? പോയി. സാറേ, ചെറിയൊരു പ്രശ്നമുള്ളയാ. ചെറുതല്ല വലുതാ. അല്ല അതല്ല, പിന്നെ നമ്മളിവിടെ ഈ ചവറ് കത്തിക്കണമെന്ന് പറഞ്ഞാൽ പരാതി പോയില്ലേ? അപ്പോൾ അത് അന്വേഷിക്കാൻ ഇവിടെ പോലീസ് വന്ന സമയത്ത് തങ്കം ഇപ്പുറത്ത് എങ്ങാണ്ട് അവളൊന്നും അറിഞ്ഞില്ല. അവളങ്ങനെ ചെയ്യണ ആളുമല്ല. കഷ്ടകാലത്തിന് അവളവിടെ എന്തോ ഇച്ചിരി പിന്നെ ചവറ് കത്തിച്ച കൂട്ടത്തിൽ ഒരു പാലിൻ്റെ കവർ എന്താ പ്ലാസ്റ്റിക് കിടന്ന് അത് കത്തിപ്പോയി. അപ്പോൾ അത് അപ്പോൾ വന്ന പോലീസുകാരത് വീഡിയോ എടുക്കുക എന്തൊക്കെ ചെയ്തെന്ന് പറയണല്ലേ. അപ്പം അതല്ല പ്രശ്നം. ഇപ്പം തങ്കത്തിനനുസരിച്ചൊരു വനിതാ പോലീസ് ഇവിടെ വന്നിരുന്നു. വന്നു പോയി. അവളെ പേര് വിവരങ്ങളൊക്കെ എല്ലാം ചോദിച്ചു. മനസ്സിലായി. അപ്പോൾ അവളിവിടെ ഇല്ല. അവളെ അമ്മാവൻ്റെ വീട്ടിലോട്ട് പോയേ. ഞാൻ രാവിലെ ബസ് കയറ്റി അവിടെ വേറെ ആവശ്യമായിട്ട് പോയതാ. അപ്പോൾ നീ ഒന്ന് അപ്പുക്കുട്ട സാറിനെ വിളിച്ചിട്ടേ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് തരാൻ പറയണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കാരണം അതായത് എൻ്റെ ഭാര്യ ആയിപ്പോയില്ല, ഞാനൊരു പ്രമുഖനായിപ്പോയില്ല അളിയാ. എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഇലക്ഷൻ അതൊക്കെ ബാധിക്കും. ഞാൻ വിളിച്ചാൽ ശരിയാവൂല അളിയാ. ഞാൻ വിളിച്ച അപ്പുക്കുട്ട സാറ് എന്ത് എപ്പോഴും എങ്ങനെയെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. നീ വിളിക്കുമ്പോഴേ നിനക്കൊന്നും അറിഞ്ഞുകൂടാന്നങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മതി അളിയാ. മാത്രമല്ല ഈ ഒരാളുടെ കാര്യത്തിന് വേറൊരാൾ വിളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. നീ സംസാരിക്കളയാ. നീ വിചാരിച്ചാൽ നടക്കും. നീ വിളിച്ചിട്ട് എന്നെ വിളിക്കണേ. എന്തോ ഒരു മണ്ടത്തരം കാണിച്ചേ. ഇത് അപ്പുക്കുട്ട സാറ് വിചാരിച്ചാൽ നടക്കത്തില്ല, ഒരാൾ വിചാരിച്ചാൽ നടക്കും. ആര്? കനകമച്ചമ്മി. കനകമച്ചമ്മ എടുത്ത് കാര്യം പറഞ്ഞ മച്ചമ്മ ഊസായിട്ട് ഊരിത്തരും. കനകമച്ചം വിടം. ആ വാക്കിന് ഇവിടെ മിണ്ടരുത് കേട്ടടാ. വീടിച്ച് പിരുത്തോളാം ഞാൻ ആ വാക്കൂടെ മിണ്ടിയ. കനകമച്ചം വേണ്ട. അതെ, വന്ന വനിതാ പോലീസുകാരി ഉണ്ടല്ലോ, അവർ വന്നിട്ട് ആ സസ്പെൻഷനിലായ പോലീസുകാരനായിട്ട് എന്തെങ്കിലും സംസാരിച്ചോ? എന്തെങ്കിലും ചോദിച്ചോ? ആ തുറന്നാലും പറയടാ. ഞാൻ പറയത്തില്ല. നീ എൻ്റെ വായിൽ അങ്ങനെ പേര് വിട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂമ്പ് പിടിച്ച് ഇറങ്ങി. ഒന്നാമതെ 2 വാടി ഒരു പഴുത്ത പരുവത്തിരിക്കും. നമ്മളെല്ലാം കേൾക്കുമ്പോഴോ ലില്ലിയായിട്ട് വല്ലതും സംസാരിച്ചാ? ഞാൻ കേട്ടില്ല. ഞാൻ പേടിച്ചോറിനകത്ത് ഒളിച്ചിരിക്കുക. പേടിച്ചില്ല? നീ ഇത്ര പേടിക്കണം എന്തിന്? നീ അല്ലല്ലോ പ്ലാസ്റ്റിക് കത്തിച്ച, നമുക്കല്ലേ കത്തിച്ചു? ഞാനാ പ്ലാസ്റ്റിക് ആദ്യമേ കത്തിച്ചത്. വാരി ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് പോലീസുകാർ വന്നത്. തങ്കം ചേട്ടത്തിൽ കൊണ്ടുപോയി ഇരുട്ടറയ്ക്കകത്തത് ചോദ്യം ചെയ്ത് എൻ്റെ പേരെങ്ങാനും പറയുമെന്നൊരു പേടി ഇല്ല. അതില്ല. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യം. സാർ വിളിക്കുവോ? എന്തോ എന്തേ പിന്നെ വന്ന വനിതാ പോലീസ്? വനിതാ പോലീസ് പോയി. ഇനി അടുത്ത വരവിന് മുമ്പായിട്ടേ ദോശ കഴിക്കണം.
ടെൻഷൻ മറന്നുപോയി. ദോശ ഞാൻ അപ്പം തന്നെ എടുത്ത് വെച്ചത്. ഇതൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ 2 ഉള്ളൂ. പിന്നെ 2 പറഞ്ഞ പിന്നെ 2 ഇതെത്ത് കൊടുക്കാണ്ട് ഞാൻ വിചാരിച്ച 5-6 കാണുമായിരിക്കുന്നു. പിന്നെ 2 ഞാൻ പറഞ്ഞത്. ഒന്ന് മണത്താ മതി. മണപ്പിക്കാനേ ഉള്ളത്. എന്നാലും എനിക്ക് അറിയാൻ പാലാണ്ട് ചോദിക്കുക, ചേച്ചിക്ക് എന്താ പറ്റിയത്? എന്നോട് പറയാതെ ഈ മുറ്റം കഴിഞ്ഞ് പോവാത്ത ആളാണ്. അവിടെ എന്തൊക്കെ വെച്ചെന്ന് വരെ എൻ്റെ അടുത്ത് ഒന്ന് ഡെയിലി പറയണതാ. ഇത് എൻ്റെ അടുത്ത് ഒന്നും പറയാതെ ഒരു ഒറ്റ പോക്ക്. അത് പേടിച്ചിട്ടാ. നല്ല ടെൻഷൻ ഉണ്ട്. എന്നെ എന്തിനാ പേടിക്കണത്? മാറ്. ലില്ലിപ്പെണ്ണിനെ പേടിച്ചെന്നല്ല, പിന്നെ ഈ പ്രശ്നം ഇന്നലെ രാത്രി ഒരുവോളം കണ്ണടച്ചില്ലെന്ന് പറയുന്നിട്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ പുന്നാര മച്ചമ്മ ഉണ്ടല്ലോ, നല്ല ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ലില്ലിപ്പെണ്ണിന്റെ വീട്ടിൽ കയറി പോരുത്, ആരോടും പറയരുത്. അതിൻ്റെ എല്ലാവരും വെപ്രാളത്തിലാ പാവം. എന്തോ ചെയ്യാൻ പറ്റും. മാവുണ്ടോ? മാവുണ്ടോ? 4-5 മാവുണ്ടല്ലോ, പക്ഷെ ഒന്നും മാങ്ങ പിടിക്കാറായിട്ടില്ലല്ലോ. സീസണാണ്. ഞാൻ ചോദിച്ച ദോശമാവിന്റെ കാര്യമാ. ഇല്ല. ഇല്ലേ? ഞങ്ങൾ പതുക്കെ കഴിക്കുക. ഇത് എന്തിനാ ഇതിന് മാത്രം ധൃതി വെച്ച് കഴിക്കണത്? താഴോട്ട് വരുമ്പോൾ കടൽക്കാർ ഞാൻ അവിടെ കമ്പി എടുത്തോണ്ടിരിക്കും. പുള്ളി ഭയങ്കര ചൂടില്ല. കറി വേണം കുറച്ചും കൂടെ. തങ്ങച്ചായിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. മതിയാ? ഏട്ടാ ഓ ഒന്നിങ്ങി വന്നേ. നീ വാ. നീ വന്നേന്ന്. ഞാനിവിടെ ഒരു പണിയില്ല. നീ വന്നേ. ചേച്ചിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേ, ഏട്ടൻ സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യമൊക്കെ സോൾവ് ആക്കിയെന്ന്. ആകെ ടെൻഷൻ അടിച്ചിരിക്കും. അവളൊന്നും പറയാറങ്ങി പോയല്ലേ, അവൾ അനുഭവിക്കട്ടെ ഒരു ചേരം. ഏട്ടാ അത് ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞിട്ടായിരിക്കും പറയാതെ പോയത്. അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? അങ്ങനെ കൂടെ പുറപ്പനെ മറന്നിട്ടാണ് ജീവിക്കേണ്ടത്. എന്ത് ഭർത്താവ് പറഞ്ഞിട്ടല്ലേ പോയത്? ഇന്ന് പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം അനുസരിക്കണോ? ഏട്ടൻ തന്നെയല്ലേ പറയുന്നത് ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യമാരാണ് ഏറ്റവും നല്ലതെന്ന്. എടി, അത് എല്ലാ കാര്യങ്ങളും അല്ല, ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇപ്പൊ സ്വന്തം കൂടപ്പുറപ്പിന്റെ അടുത്താണ് വിളിക്കേണ്ടത്. എനിക്ക് ഇന്ന ന്യായോ അന്യായോ ഒന്നും കീറി കുറിച്ച് പറയണമെന്ന് പറയാൻ പാടില്ല. ഏട്ടനൊന്ന് വിളിക്കാൻ പറ്റുമോ? എനിക്ക് ചേച്ചീനെ ടെൻഷൻ അടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. മാറും. ഫോൺ സാറേ, നീ ഒരു കാര്യം ചെയ്യണം. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കണേ. ശരി ശരി ശരി. എന്ത് സാർക്ക് എന്താ പറഞ്ഞു? പറയണ അപ്പുക്കുട്ട സാറ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്ത് പറ്റി? ഞാൻ വിളിച്ച് കാണുമോ? അവൻ എൻ്റെ അടുത്തൊരു ചെറിയ ചുരുക്കുണ്ട് അവൻ. ഇനിയും അതിൻ്റെ പേരെല്ലാം വിളിച്ച് കാണുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. പച്ചമ്പി നേരെ അപ്പുക്കുട്ട സാറിനെ വിളി. അത് ശരിയാവില്ല. 24 മണിക്കൂർ വിളിച്ചോണ്ടിരുന്ന ആളില്ലേ, ധൈര്യമായിട്ട് വിളി. നമ്മുടെ ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നത് ശരിയല്ല, അത് മോശമാണ്. സ്വന്തം കാര്യത്തിലല്ലേ മച്ചമ്പി വിളിക്കണ്ടേ? നാട്ടുകാരുടെ കാര്യത്തിന് വിളിച്ചിട്ട് മച്ചമ്പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെന്നാലും നിങ്ങൾ 2 മേൽക്കട കൊല്ലി അങ്ങോട്ട് വിളി. ഇങ്ങനെ ഒരു നേതാവ് പേടിക്കാൻ പാടുന്നു. വിളിക്കല്ലേ? പേടിയൊന്നുമല്ലടാ. ഞാനും അപ്പുക്കുട്ട സാറുമായിട്ട് പേടിക്കണ്ട. ബെല്ലുണ്ട്. വിളി, കാര്യങ്ങൾ പറ. എടുക്കണില്ല. എന്താണെന്നറിയില്ല. ഇനി വേറെ വല്ല പൻസാര പറഞ്ഞ ശരിയായിരിക്കും. അവന് കിട്ടണില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇനി ഒന്നും നോക്കണ്ട, തങ്കം ചേട്ടത്തെ വിളിച്ചിട്ട് കാര്യം പറ. ഇവിടെ വനിതാ പോലീസ് തിരക്കൊന്നും ഒന്ന് കരുതലോട് ഇരുന്നോളാൻ പറ. തങ്കത്തിനെ ചുമ്മാ ആൾ വിളിച്ചാന്നും പറഞ്ഞാൽ അവൾ ആകെ പേടിക്കും. ഒന്നാമത് പേടിച്ച് ദൂരെയായിട്ടാണ് അവിടെ നിന്ന് അമ്മാവൻ്റെ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ അത് വിളിച്ച് പറഞ്ഞാലേ അവൾക്ക് അവളെ സമാധാനം കളയാം. എന്തായാലും മച്ചമ്മ ഒന്ന് വിളി. രാവിലെ ഇവിടുന്ന് പോയല്ലേ, വിളിച്ച് കുശലാന്വേഷണം പോലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എടാ, ഞാൻ വിളിക്കണമെന്ന് പല പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ വിളിച്ചാലുള്ള കുഴപ്പം ഈ സംസാരിച്ച് പറഞ്ഞതിൻ്റെ ഇടയിൽ അറിയാതെ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വനിതാ പോലീസ് വന്ന കാര്യം പറഞ്ഞു പോകും. അത് അവൾക്ക് പേടി കൂടും. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യും, മച്ചമ്മി വിളിച്ച് കുശലാന്വേഷണം തിരക്ക്. അറിയാതെ എങ്ങാനും വായിന്ന് വനിതാ പോലീസിന് വരുമോ ഞാൻ കട്ടു പറയും. അപ്പം നിർത്തണം. അല്ലെ വിളിച്ചിരുന്നുള്ള പരാതി പറഞ്ഞാൽ പെണ്ണുമ്പോഴവിടെ BP അടി വീഴും. വിളിക്കല്ലേ? വിളി. ഹലോ. തങ്കം, അമ്മാവനൊക്കെ എങ്ങനെയുണ്ട്? അമ്മായിക്കുമൊക്കെ സുഖാണ്. ഞാൻ അതേ കവലയിലെത്തി. ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം. അവിടെ നിന്ന് ഇറങ്ങി. നീ
നീ അതെന്ത് എന്നോട് പറയാത്തെന്ത്? മനഃപൂർവ്വം പറയാതിരുന്നതാ. ഞാൻ അവിടെ നിന്ന് അത്രയും വിഷമിച്ചല്ലേ പോയത്. നിങ്ങൾ ഈ നേരം വരെയായിട്ട് എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചോ? പിന്നെ എന്തിനാ ഞാൻ നിങ്ങളോട് പറയണേ? തങ്ക, ഞാൻ വിളിക്കാത്തത് മനഃപൂർവ്വമല്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വനിത എന്നുള്ള അല്ല അത് നീ ഒരു വനിതയാണല്ലോ. അപ്പോൾ ഞാൻ അറിയാതെ എന്തെങ്കിലും പറയാം, നിനക്കത് വിഷമമായി പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വിളിക്കാത്തത്. എനിക്കെന്ത് വിഷമം? എൻ്റെ ആങ്ങള് സ്റ്റേഷനിൽ വിളിച്ച് കേസൊക്കെ റദ്ദ് ചെയ്ത് ഞാൻ ആ സന്തോഷത്തിലാണ് അങ്ങോട്ട് വരുന്നത്. ആങ്ങളെ തങ്ക, ഞാൻ അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടെല്ലാം ചെയ്തു വെച്ചാണല്ലോ. ആ, നിങ്ങൾ ഏർപ്പാട് ചെയ്യും. അവനുള്ളതുകൊണ്ട് എനിക്ക് കൊള്ളാം. ഞാൻ ദേ ഇപ്പോൾ കുറച്ച് അവലും പഴമൊക്കെ മേടിച്ച് അങ്ങോട്ട് വരാം. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാ? കഴിച്ചില്ല. ഈ ഒരു രാവിലെ വരെ ഒരു സുഖമല്ല. നീ വാ, വന്നിട്ട് കഴിക്കാം. ശരി. തങ്കച്ചേട്ടത്തി ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേക്കണേ വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകത്തില്ലേ? ആ കേസൊക്കെ ഒത്തുതീർപ്പാക്കിയിരുന്നു. ആര്? അവരുടെ സസ്പെൻഷനിലായ പോലീസുകാരെ. എന്റെ ഈശോ മിശോ തമ്പുരാനെ, ഒത്തീർപ്പാക്കിയോ? ഇവിടെ ശ്വാസം നേരെ വീണേ. ഞാൻ തീഹാർ ജയിലിൽ വരെ സ്വപ്നം കൊണ്ട് നടന്നില്ലേ? അവ എങ്ങനെ ഒത്തുതീർപ്പാക്കി? ഞാൻ ഇവരെ കഴിച്ചിട്ട് വട്ടെ. നേരത്തെ കഴിച്ച മൊത്തം ഉദ്ദേശിച്ചു. എന്നാലും ഞാനത് സെറ്റാക്കി വെച്ചിരുന്നതാണ്. അതിനോടൊക്കെ നമുക്ക് ഒരു ഒത്തുതീർപ്പാ. വല്ലതും കഴിച്ചാ? ഇല്ല, കഴിക്കാം. എന്നാ വാ കഴിക്കാം. വേണ്ട, തങ്കം ഇതേ ഇങ്ങോട്ട് പറഞ്ഞുണ്ട്, വന്നിട്ട് കഴിക്കാം. അത് ഞാൻ അറിഞ്ഞു വരുന്ന കാര്യം. ആ വന്ന് അതെ, ആ വനിതാ പോലീസ് വന്നില്ലേ രാവിലെ? അവര് എന്താ പറഞ്ഞു? അച്ചാച്ചൻ പറഞ്ഞ ആ അത് വനിതാ പോലീസ് ഒന്നും അല്ലായിരുന്നു വീട്ടോ ചേട്ടാ. ഞങ്ങള് വെറുതെ അച്ചാച്ചനെ പറ്റിച്ചതാ. പിന്നെ അവരാര്? അത് 9ാം വാർഡിലെ അംഗനവാടി ടീച്ചർ രാജശ്രീ. അവരെന്തിനോട് വന്ന്? അവര് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ ചേച്ചിക്ക് പറ്റുമോ എന്നറിയാൻ വേണ്ടി വന്നതാ. തങ്കത്തിനാ? എന്തിന്റെ ക്ലാസ്? ഭയങ്കര കോമഡിയാ. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെ ചേച്ചിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോന്ന്. Audience.